ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയിരിക്കുന്നു. ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആ ദിവസം ജനുവരി 20, ആ ദിവസമായിരുന്നു നിരവധി എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് അഥവാ പ്രസിഡൻറ്റിന് നേരിട്ട് ഉത്തരവ് ഇറക്കുന്ന ഓർഡറുകൾ സൈൻ ചെയ്യപ്പെട്ടത്. കാനഡയും അത്യാകാംക്ഷാപൂർവ്വം നോക്കിയിരിക്കുകയായിരുന്നു 25% താരിഫ് കാനഡയുടെ മേൽ ഉണ്ടാവുമോ എന്നുള്ളത്. എന്നാൽ ആ ദിവസത്തിൽ പ്രത്യേകിച്ച് ഓർഡേഴ്സൊന്നും പുറത്തിറക്കിയിട്ടില്ല. എന്നാൽ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പ്രസ് ക്ലബിൽ നിന്ന് ആളുകൾ ചോദിച്ചപ്പോൾ എന്തായാലും താരിഫിനെ പറ്റി അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. ഫെബ്രുവരി 1 മുതൽ താരിഫ് നടപ്പിലാക്കാൻ വേണ്ടി ആലോചിക്കുന്നു എന്നും പറയുകയുണ്ടായി. ഈ ദിവസങ്ങളിലെല്ലാം ചർച്ചകൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. കൃത്യമായ ഡിസിഷൻസ് പ്രീമിയേഴ്സ് ചേർന്ന് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ലിബറൽ പാർട്ടിയുടെ ലീഡർഷിപ്പ് റേസും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റിയ ഫ്രീലാൻഡും ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. കറക്റ്റായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ലിസ്റ്റ് ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. മാർച്ചിൽ വീണ്ടും പാർലമെൻറ്റ് ചേർന്ന് കഴിയുമ്പോഴേക്കും പുതിയ തീരുമാനങ്ങളും പുതിയ പ്രധാനമന്ത്രിയും ഒക്കെ കാനഡയ്ക്കുണ്ടാവും. എന്നാൽ അധികം താമസിയാതെ തന്നെ ഇലക്ഷനും പ്രതീക്ഷിക്കാം എന്നാണ് നമുക്ക് കരുതാവുന്നത്. പ്രത്യേകിച്ചും ഒണ്ടേരിയോയിൽ തന്നെ ഉടൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്നാണ് ഡഗ് ഫോർഡ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇനി മുന്നോട്ടുള്ള കാര്യത്തെപ്പറ്റിയുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി കൃത്യമായ മാൻഡേറ്റ് അദ്ദേഹത്തിന് ആവശ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾ തീർച്ചയായും തീരുമാനിക്കണം കാര്യങ്ങളെപ്പറ്റി. അതിനാലാണ് ഉടൻ തന്നെ ഒണ്ടേരിയോയിൽ ഇലക്ഷൻ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കും. അന്ന് ഒപ്പിട്ട രേഖകൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഇതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ CNN ന്യൂസ്, കാനഡയിലുള്ളവരാണെങ്കിൽ CTV ന്യൂസ്, CBC ന്യൂസ് ഒക്കെ കാണാവുന്നതാണ്. ഒന്നാമത്തെ ഓർഡറാണ് ജെൻഡർ ഇക്വാലിറ്റിയുടെ കാര്യങ്ങളിലുള്ള ഒരു ഓർഡർ വന്നിട്ടുള്ളത്. 2 genders in US എന്നുള്ളൊരു കാര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് LGBTQ, ട്രാൻസ്ജെൻഡർ മുതലായ കാര്യങ്ങളൊന്നും ഇനി അവിടെ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സദേൺ ബോർഡറിൽ എന്ന് പറഞ്ഞാൽ മെക്സിക്കോ ബോർഡറിൽ എമർജൻസി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആ സൈഡിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇല്ലീഗലായിട്ട് അമേരിക്കയിലേക്ക് കടന്നു വരുന്നത്. അതാണ് സദേൺ ബോർഡർ എന്ന് പറയുന്നത്. കാനഡയുടെ ബോർഡർ എന്ന് പറയുമ്പോഴേക്കും അത് നോർത്തേൺ ബോർഡറാണ് വരുന്നത്. അവിടെ നിരവധി ആളുകൾ അസൈലം ക്ലെയിം ചെയ്യാൻ വേണ്ടി, അതായത് അഭയാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുത്ത് അവർക്ക് അതിനുള്ള അപ്പോയിൻമെൻറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ദിവസം തന്നെ അവിടെ ഉണ്ടായിരുന്ന CBP ആപ്പ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ, അതുവഴിയാണ് ഈ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ആ ആപ്പ് ഉടൻ തന്നെ ഷട്ട് ഡൗൺ ആവുകയും അതോടൊപ്പം തന്നെ എല്ലാ അപ്പോയിൻമെൻറ്റുകളും ക്യാൻസൽ ആകപ്പെടുകയും ചെയ്തു. ഇനിയിപ്പോൾ ഡീപ്പോർട്ടേഷനുള്ള നടപടികളാണ് ഗവൺമെൻറ് അവിടെ സ്വീകരിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും ഇന്ത്യയിൽ നിന്നും 18,000 ആളുകൾ ഡീപ്പോർട്ടേഷൻ നടപടികൾ നേരിടേണ്ടതായിട്ട് വരും. അതായത് ഇല്ലീഗലായിട്ട് അവിടെ ഉള്ളവരാണ് ഈ നടപടികൾ നേരിടുന്നത്. അമേരിക്കൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രൊവിഷനാണ് അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അവിടുത്തെ പൗരത്വം ലഭിക്കും എന്നുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ എക്സിക്യൂട്ടീവ് ഓർഡർ വഴി ട്രംപ് അതിന് വിരാമം കുറിച്ചിരിക്കുകയാണ്. ഇനി മുതൽ അമേരിക്കയിൽ ഉണ്ടാകുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമേരിക്കൻ പൗരത്വം കൊടുക്കില്ല എന്നുള്ള ഓർഡറാണ് അദ്ദേഹം ഒപ്പിട്ടിരിക്കുന്നത്. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിനെ സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു ജഡ്ജി ഉത്തരവ് പുറപ്പെടുവിച്ചു. 25 മിനിറ്റ് കൊണ്ട് ഈ ഉത്തരവ് പുറപ്പെടുവിക്കുകയും അതിനെ സ്റ്റേ ചെയ്തിരിക്കുകയും ചെയ്യുകയാണ്. അമേരിക്കയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും അതൊക്കെ കാനഡയും കാര്യമായിട്ട് തന്നെ സ്വാധീനിക്കും. പ്രത്യേകിച്ചും കാനഡയിൽ LGBTQ എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗം എന്ന് പറയുന്നത് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള വിഭാഗമാണ്. ആയതിനാൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ പാസ്പോർട്ടിൽ X എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനോടും പല വാർത്താ ചാനലുകളും ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതേ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും പല ന്യൂസ് ചാനലുകളിലും പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇലക്ഷൻ അടുത്ത് വരികയാണല്ലോ, അത് കാരണം ഏത് ടോപ്പിക്ക് വന്നിട്ടുണ്ടെങ്കിലും അവയെല്ലാം വലിയ ചർച്ചകളായി മാറും.
നമ്മുടെ ചാനലിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയ പുതിയ അപ്ഡേറ്റുകൾ എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും ഈ ദിവസങ്ങളിലായിട്ട് ഞാൻ ഇടുന്നുണ്ട്. അതൊക്കെ കാണുക. പിന്നെ നമ്മുടെ ലൈവ് സെഷനുണ്ട്. ലൈവ് സെഷൻ നടക്കുന്ന വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയുള്ള ലൈവ് സെഷനിലാണ് നമ്മുടെ കമൻറ്റ്സ് എഴുതുന്നതെല്ലാം വായിച്ച് അതിനുള്ള അഭിപ്രായങ്ങൾ പറയുകയും അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുകയും ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ശക്തമായ ഒരു നിലപാടാണ് കാനഡയിൽ നിന്നും ഇനി റെഫ്യൂജീസ് ആയിട്ടുള്ളവർ അമേരിക്കയിലോട്ട് ചെന്നുകൂടാ. അതോടൊപ്പം തന്നെ ഫെൻറ്റനൈൽ ഡ്രഗിൻ്റെ കടത്തും അങ്ങോട്ട് നടന്നുകൂടാ എന്നുള്ളത്. അത് സംബന്ധിച്ച് പല തീരുമാനങ്ങളും ഫെഡറൽ ഗവൺമെൻറ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതായത് ബോർഡർ സുശക്തമാക്കിയിട്ടുണ്ട്, പെട്രോളിംഗ് സംഘത്തെയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പല സംവിധാനങ്ങളും മുന്നോട്ട് പോകുന്നു. ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ പല പല അപ്ഡേറ്റ്സുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ നമുക്കറിയാം പല മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 2024 വളരെയധികം വെട്ടിച്ചുരുക്കലുകൾ കാനഡയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അത് പെർമനൻറ്റ് റെസിഡൻസിയിലും അതോടൊപ്പം തന്നെ ടെമ്പററി റെസിഡൻസിയിലും സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിലും എല്ലാം വലിയ കുറവ് തന്നെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കാനഡയിലെ കോളേജുകളെല്ലാം പ്രവർത്തിച്ചിരുന്നത് പ്രധാനമായിട്ടും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഇൻടേക്ക് ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒണ്ടേരിയയിലുള്ള 24 പബ്ലിക് കോളേജുകൾ അഥവാ കമ്മ്യൂണിറ്റി കോളേജുകൾ അവരുടെ പല പ്രോഗ്രാംസും ഇപ്പോൾ കട്ട് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രധാന കോളേജായിട്ടുള്ള സെൻറ്റിനയൽ കോളേജ് ഈ ദിവസം 47 പ്രോഗ്രാംസാണ് കട്ട് ഓഫ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്താ ചർച്ചയിൽ എനിക്ക് കേൾക്കാൻ സാധിച്ച കുറേ കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി ഏകദേശം 800 മുതൽ 900 വരെ കോഴ്സുകൾ ഇല്ലാതാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കാര്യമായിട്ട് തന്നെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം 9 വർഷത്തോളമായിട്ട് കാനഡ പബ്ലിക് കോളേജസുകളെല്ലാം ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസിൻ്റെ ഇൻടേക്ക് ബേസും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസിൻ്റെ പണം കൊണ്ടാണ് കൂടുതലും സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇവിടെ നടത്തി വന്നിരുന്നത്. കോളേജിൻ്റെ പ്രതിനിധികളൊക്കെ പറയുന്നത് ഒണ്ടേരിയോ ഗവൺമെൻറ് കാര്യമായിട്ട് ഫണ്ട് പബ്ലിക് എഡ്യൂക്കേഷന് വേണ്ടി കൊടുക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു. ഇത് എങ്ങനെയാണ് ഡൊമസ്റ്റിക് എഡ്യൂക്കേഷനെ ബാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ സ്കിൽഡ് ട്രേഡ്സ് ആയിട്ടുള്ള കാർപ്പൻട്രി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ കൂടുതൽ ആളുകളെ ആവശ്യമായിട്ടുണ്ട്. അതിനുവേണ്ടി കൂടുതലും മുന്നോട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് നോർത്തേൺ ഒണ്ടേരിയോ ഒക്കെ നോക്കിക്കഴിയുമ്പോഴേക്കും സഡ്ബറി, നോർത്ത് ബേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പബ്ലിക് കോളേജുകളുണ്ട്. ചെറിയ കോളേജുകളൊക്കെ തന്നെയാണ്. അവിടെയൊക്കെയുള്ള കുട്ടികൾക്ക് ഇനി പഠിക്കാനുള്ള സാധ്യതകളില്ലാതെയാവും. കാരണം ഇത്രയും പ്രോഗ്രാംസ് എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാര്യമായിട്ട് തന്നെ ഇവിടെ ബാധിക്കും. ഇനിയും ആർക്കെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്ലാനുള്ളവർ നല്ല രീതിയിലുള്ള കരിയർ ഗൈഡൻസ് എടുത്തിട്ട് മാത്രം വരിക. കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം നാട്ടിൽ നിന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ PR കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, ജോലി കിട്ടണമെന്നും ഒരു നിർബന്ധവുമില്ല. ചിലപ്പോൾ ആ കോഴ്സ് പോലും പിന്നീട് മുന്നോട്ടുണ്ടാവില്ല. ആയതിനാൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള കരിയർ ഗൈഡൻസിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലോ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലോ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് SPS നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ലൈവിൽ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചോളുക, അതിലൊക്കെ മറുപടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. പിന്നെ കാനഡയിൽ ഉള്ള കുട്ടികൾ, പ്രത്യേകിച്ചും സെക്കൻഡ് കോഴ്സൊക്കെ എടുക്കുന്നവർ, കോഴ്സിൻ്റെ സാധ്യതകളും പിന്നെ ജോലി സാധ്യതകളും PR സാധ്യതകളും ഒക്കെ നോക്കി മാത്രം കോഴ്സ് എടുക്കുക. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ പല അപ്ഡേറ്റ്സും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ലൈവ് സെഷനിൽ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ 0 to 1, അതായത് ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ജോബ്, ആ കാറ്റഗറിയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്പൗസൽ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടാവില്ല. എന്നാൽ 1-2 കാറ്റഗറി, Tier 1-2 കാറ്റഗറിയിലുള്ളവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് പ്രകാരം മാത്രമേ ഉള്ളവർക്ക് എക്സ്റ്റൻഷന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് CICയുടെ വെബ്സൈറ്റിലുള്ള വിജ്ഞാപനം അല്ലെങ്കിൽ ആ ലിസ്റ്റൊക്കെ ഒന്ന് പരിശോധിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൺസൾട്ടൻസ് ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. ഇതൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു സമയം തന്നെയാണ്. പ്രത്യേകിച്ചും ഇവിടെ കുടുംബമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഇപ്പോൾ എക്സ്റ്റൻഷൻ കിട്ടിയില്ല എങ്കിൽ അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോയി പറ്റുകയുള്ളൂ. നാട്ടിൽ പോയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കനേഡിയൻ എക്സ്പീരിയൻസ് ഒക്കെ ഗെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കാവുന്നതാണ്. പിന്നെ ലാംഗ്വേജ് സ്കിൽസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതൊക്കെ നോക്കാവുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുട്ടികളൊക്കെ പല കോൾസും ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. പ്രത്യേകിച്ചും
ഒന്നാം വർഷമോ രണ്ടാം വർഷമോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ കോഴ്സ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് എടുത്ത ശേഷം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. നമുക്കൊരു സൂം സെഷൻ ചെയ്യാമെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ നമ്മളൊരു സൈനപ്പ് ഫോമും കാര്യങ്ങളും ഒക്കെ അടുത്ത ആഴ്ചയിൽ അപ്ഡേറ്റ് ചെയ്യുക. ഇവിടെ അങ്ങനെയുള്ള സെഷൻസൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ പ്ലാനുകളുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും സെൽപിപ്പ് എക്സാമിനേഷൻ്റെ വീണ്ടും പല ലൈവ് സെഷൻസും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നിങ്ങളെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും വാർത്താ മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവ് പി.ആർ. പൾവറിനോട് കഴിഞ്ഞ ദിവസം ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത്, നിരവധി ആളുകൾ ഇല്ലീഗലായിട്ട് കാനഡയിലുണ്ട്. അത് വിസിറ്റേഴ്സായിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകാത്തവരുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയിട്ടും ഇവിടെ നിൽക്കുന്നവരുണ്ട്, റെഫ്യൂജി സ്റ്റാറ്റസ് അപ്ലൈ ചെയ്ത് അതിൻ്റെ ക്ലെയിമൊക്കെ റിജക്റ്റ് ആയിട്ടും ഇവിടെ വന്ന് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ നിരവധി ആളുകളുണ്ട്. ഏകദേശം 20,000 മുതൽ 500,000 വരെയാണ് ആ ആളുകളുടെ നമ്പർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു ഏകദേശ നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇലക്ഷനൊക്കെ ജയിച്ച് അദ്ദേഹം ഇവിടെ പ്രധാനമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന കാര്യം തന്നെ ഇത് തന്നെ ട്രാക്ക് ചെയ്യുക, അതിനുശേഷം ഡിപ്പോർട്ടേഷൻ നടപടികൾ എടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. കാര്യം മറ്റൊന്നുമല്ല, അമേരിക്കയിൽ നിന്ന് നല്ല ഫോഴ്സ് ഉണ്ട് പല കാര്യങ്ങളിലും. കാരണം ഇവിടെ സ്റ്റേറ്റസ് ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ ചെയ്യുന്ന കാര്യം നമുക്കറിയാം, നേരെ US-ലേക്ക് സദേൺ ബോർഡറിലേക്ക് വഴിയോ അല്ലെങ്കിൽ നോർത്തേൺ ബോർഡർ വഴിയോ അമേരിക്കയിലോട്ട് കടക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അക്കാര്യത്തിലാണല്ലോ ഇപ്പോൾ പ്രത്യേകിച്ചും ട്രംപ് ശക്തമായ നിലപാട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ പ്രത്യേകിച്ചും ഇല്ലീഗലായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ചും നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ എക്സ്പയർ ആകുന്നതിന് മുമ്പ് തന്നെ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം സ്റ്റാറ്റസ് എക്സ്പയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ വിസിറ്റർ റെക്കോർഡ് എടുക്കുക, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്ത ശേഷം പുതിയ പ്രോസസ്സിലൂടെ ഇങ്ങോട്ട് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരാൻ വഴിയിൽ ചെയ്ത് വയ്ക്കുക. അല്ലാതെ എവിടുന്നേലുമൊക്കെ കിട്ടുന്ന കുറേ ഐഡിയാസോ അല്ലെങ്കിൽ ഇൻഫർമേഷൻസോ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യായിരിക്കും. പ്രത്യേകിച്ചും CIC.gc.ca വെബ്സൈറ്റ് സന്ദർശിക്കുക, അതിലെ അപ്ഡേറ്റ്സ് എന്നും നോക്കി വെക്കുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ കൺസൾട്ടൻസ് വഴിയാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. പിന്നെ നമുക്കറിയാം, കൺസൾട്ടൻസ് ആണെങ്കിലും റോങ് ഇൻഫർമേഷൻസ് കൊടുക്കുന്നവരുണ്ടെങ്കിൽ വലിയ പിഴ ചുമത്തുമെന്ന് ഈ കഴിഞ്ഞ ദിവസം പല ഇൻഫർമേഷൻ മെയിൽസും വരുന്നത് കാണാനിടയായി. അതായത് റെഫ്യൂജി ക്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വഴികളിൽ കൂടി PR കിട്ടാനുള്ള സാധ്യതയുണ്ട്, അതിനുവേണ്ടി പൈസ വാങ്ങുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയുള്ള ശക്തമായ നടപടികളും IRCC എടുക്കുന്നു എന്ന് പല വിജ്ഞാപനങ്ങളിലും കാണാൻ സാധിക്കുകയുണ്ടായി. പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം വഴി നിരവധി കുട്ടികൾക്ക് ഇവിടെ PR ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 2025 പല പ്രോവിൻസുകളുടെയും PNPയുടെ കോട്ട കുറച്ചതായിട്ടുള്ള വാർത്തകളും കാണുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും 55,000 ആ നമ്പർ ചുരുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 2024 അത് 1,10,000 വരെ ഉണ്ടായിരുന്നു. അതും ഒരു സാധ്യത കുറയ്ക്കുന്ന ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതേപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കണമെങ്കിൽ ഓരോ പ്രോവിൻസിൻ്റെയും, ഉദാഹരണത്തിന് മാനിറ്റോബയാണെങ്കിൽ ആ പ്രോവിൻസിൻ്റെ, അല്ലെങ്കിൽ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് ആണെങ്കിൽ ആ പ്രോവിൻസിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കുക. പിന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് വരാൻ വേണ്ടിയുള്ള ഓപ്ഷൻസും ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ന്യൂ ബ്രൗൺസ്വിക്ക്, അതോടൊപ്പം തന്നെ മാനിറ്റോബ, ഇങ്ങനെയുള്ള പല പ്രോവിൻസുകളിലൊക്കെ അവർ പല റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ്സ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ദുബായിലും ഫിലിപ്പൈൻസിലും ഒക്കെ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുക്കുന്നതിനും കുഴപ്പമില്ല. കാരണം പല കാറ്റഗറിയിലായിട്ട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മളോർക്കും ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതെന്നുള്ളത്. ഇമിഗ്രേഷൻ പോളിസി പ്രകാരം ഇവിടെ ലാൻഡഡ് ഇമിഗ്രൻസ് ആയിട്ട്, അതായത് നേരിട്ട് PRൽ വരുന്ന സ്കിൽഡ് ഇമിഗ്രൻസ് ധാരാളമായിട്ടുണ്ട്. അങ്ങനെ ഉള്ള ആ കാറ്റഗറി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾക്ക് ഈ പ്രോവിൻസുകളുടെയൊക്കെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്രസ് എൻട്രി ഡ്രോയുടെ റിസൾട്ടുകൾ വന്നിരിക്കുകയാണ്. 2025 ജനുവരി 23 ഡ്രോ നടന്നത്. ലാസ്റ്റ് CRS സ്കോർ വന്നിരിക്കുന്നത് ഇപ്പോൾ 527 4,000 പേർക്കാണ് ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുന്നത്. എക്സ്പ്രസ് എൻട്രി കാറ്റഗറിയിലാണ് ലഭിച്ചിരിക്കുന്നത്. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സാണ് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആർക്കെങ്കിലുമൊക്കെ PR കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക. ആ സന്തോഷ വാർത്ത എല്ലാവരും അറിയട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഫ്രീ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ, പുതിയൊരു കോഴ്സൊക്കെ ഫ്രീ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ, PR ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാൻ സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മുടെ ഈ സ്ക്രീനിലൊക്കെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പല മേഖലകളിലേക്ക് കരിയർ മാറണമെങ്കിലോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിച്ച് എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെങ്കിലോ ഒക്കെ കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ സേവനങ്ങൾ തേടാവുന്നതാണ്.
കാനഡയിലെ തൊഴിലില്ലായ്മയെപ്പറ്റി നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം CBC റേഡിയോ അവരുടെ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു കാര്യം, കാനഡയിൽ ഇപ്പോൾ ന്യൂ ഇമിഗ്രൻസ് ആയിട്ട് വന്നിട്ടുള്ളവർ അല്ലെങ്കിൽ ബ്രൗൺ കളറായിട്ടുള്ളവർക്ക് അധികം ജോലികൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പല വർക്ക് സിറ്റുവേഷനുകളിലും റിയൽ ആയിട്ടുള്ള റേസിസ്റ്റ് ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ ഹയറിങ്സും നടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ പഠിച്ച് നല്ല കഴിവുള്ള ആളുകളൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്. എങ്കിലും ബ്രൗൺസ് അവരുടെ കൗണ്ടർ പാർട്സിനെ അപേക്ഷിച്ച്, അതായത് വൈറ്റ്സിനെ അപേക്ഷിച്ച് അധികം ഹയർ ചെയ്യപ്പെടുന്നില്ല എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. കാനഡയിലെ കാലാവസ്ഥ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഈ ദിവസങ്ങളൊക്കെ നല്ല തണുപ്പായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു പോളാർ വോർട്ടെക്സ് എന്ന പ്രതിഭാസം നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്നും താഴേക്ക് കാറ്റടിക്കുന്ന ആ പ്രതിഭാസം നല്ല തണുപ്പ് ഇവിടെ കൊണ്ടുവന്നു. അതായത് -5 മുതൽ -27 വരെ ടെമ്പറേച്ചർ ഡ്രോപ്പായി. ഈ ആഴ്ചയിൽ ഹൈ ഓഫ് -6 ആണ് വന്നിരിക്കുന്നത്. എങ്കിലും നല്ല തണുപ്പ് തന്നെയാണ്. മഞ്ഞൊക്കെ വീഴുന്നുണ്ട്. എല്ലാവരും മഞ്ഞ് മാറ്റുന്ന പണിയിലും അതോടൊപ്പം തന്നെ ഡ്രൈവേയിലും പിന്നെ ഫുട്പാത്തിലും അവിടെയെല്ലാം ഉപ്പൊക്കെ വാരിയിടുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആരെങ്കിലും വീടിൻ്റെ മുന്നിൽ വന്ന് തെന്നി വീണിട്ടുണ്ടെങ്കിൽ നമ്മളായിരിക്കും അതിൻ്റെ ഉത്തരവാദി. നമ്മളായിരിക്കും അവരുടെ ചികിത്സാ ചെലവുകളും ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ പേ ചെയ്യേണ്ടി വരുന്നത്. അതിനാൽ വീടിൻ്റെ മുന്നിലൊക്കെ ഉപ്പൊക്കെ വാരിയിട്ടേക്കുക. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും സേഫ് ആക്കി വെക്കുക. അതുപോലെ തന്നെ ഇത്ര തണുപ്പ് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും നല്ല ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുക. കാരണം ഫ്രോസ്റ്റ് ബൈറ്റ് എപ്പോൾ വേണേലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സ്കിൻ പെട്ടെന്ന് എക്സ്പോഷർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാവും. അതിനുള്ള വാർണിങ്സും ഈ ദിവസങ്ങളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് ഈ ദിവസത്തെ വാർത്തകളും വിശേഷങ്ങളും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഇവിടെ കമൻ്റായിട്ട് കൊടുത്തേക്കുക. നമ്മുടെ ലൈവ് സെഷൻ ഉണ്ട്. ലൈവ് സെഷൻ എല്ലാ കാര്യങ്ങളും മറുപടി തരുന്നതായിരിക്കും. ഇനി കുറേ വ്ളോഗ് സീരീസ് വരുന്നുണ്ട്. നമ്മുടെ പോഡ്കാസ്റ്റുകൾ, ലൈവ് സെഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരു നല്ല ആഴ്ചയും ദിവസവും ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.